റോഡ് നിയമങ്ങൾ പലപ്പോഴും പലരും പാലിക്കപ്പെടാറില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ ഇത്തരം തെറ്റുകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുകയും അപ്പോൾ നടപടിയെടുക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. എനിക്കൊപ്പമുള്ളത് കാരാട് പറമ്പ് ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് 36 തവണ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെമ്മോ കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് 2023 മുതലുള്ള ഇത്തരത്തിലുള്ള നിയമലംഘനത്തിൻ്റെ പേരിൽ 18,000 രൂപ പിഴ ഒടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അർബുദ രോഗബാധിതരാണ്. അദ്ദേഹം തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയും. എന്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നോട്ടീസ് വരാൻ കാരണം? ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ്. പല ശാരീരിക പ്രശ്നങ്ങളും വേറെയുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോകാനും കീമോ ഒക്കെ ചെയ്തു വന്നാൽ മക്കളുടെ അടുത്ത് പോകാനും വേണ്ടിയിട്ട് ഈ വണ്ടി ഓട്ടുന്നത്. അപ്പോൾ ഈ സീറ്റ് ബെൽറ്റ് വിടാതെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരറിയിപ്പോ ഒന്നും തരാതെ 2023 മുതൽ 2026 ഈ മെയ് മാസം വരെ 36 തവണ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് കോഴിക്കോട് RTO എൻഫോഴ്സ്മെൻറ്റ് അയച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും അറിയില്ല, പക്ഷേ അത് കുട്ടികൾ നോക്കി പറഞ്ഞപ്പോൾ 18,000 രൂപ ഫൈനുണ്ട്. ഞാൻ 2 പ്രാവശ്യം ക്യാൻസർ രോഗിയായിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് അത് അടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ ഇതൊന്ന് രക്ഷപ്പെടുത്തി തരണം. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഞാൻ ഫൈൻ അടയ്ക്കാൻ തയ്യാറാണ്. ഒരു ചെറിയ സംഖ്യ ചെയ്തു തന്നാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഓട്ടോ ടാക്സിയാണ്, ഓട്ടോറിക്ഷയ്ക്ക് സാധാരണ ഇതിൽ സീറ്റ് ബെൽറ്റ് വേണ്ട, അത്തരത്തിലുള്ള ധാരണയുടെ പുറത്താണോ സീറ്റ്? അത് അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. ഈ ഓട്ടോ ടാക്സി 640 cc ഉള്ളൂ, അപ്പം ബെൽറ്റ് വേണ്ട എന്നുള്ള ഒരു ധാരണ എൻ്റെ മനസ്സിൽ വന്ന്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു പ്രാവശ്യത്തെങ്കിലും ഒരു മെസ്സേജോ ഒരു ലെറ്ററോ വന്നിക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റ് ആവർത്തിക്കില്ലായിരുന്നു. ഇതുവരെ വന്നില്ലേ. 4 കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് 16/5 ഒരു മെസ്സേജ് വന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് അടയ്ക്കാൻ കഴിയുന്ന കോയില് ജയിലിൽ കൊണ്ടുപോയിടുക അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചെയ്തോട്ടെ. നിങ്ങൾ RTOയുമായി ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ ഫറൂഖ് ചുങ്കത്തുള്ള RTO ഓഫീസിൽ പോയിരുന്നു. RTOനെ കണ്ടു. അയാൾ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ കോഴിക്കോട് തന്നെ പോകണമെന്ന് പറഞ്ഞ്. ഞാൻ ഇപ്പോൾ കൂടുതലൊന്നും യാത്ര ചെയ്യല്ല. അപ്പോൾ അവിടെ പോയിട്ട് നിൽക്കാനോ കാണാനോ ഒക്കെ ഒരു സൗകര്യം കിട്ടുമ്പോൾ ആരും കൂടെ പോരാൻ സൗകര്യമുള്ള സമയത്ത് പോകാം എന്നുള്ള കരുതി നിൽക്കുകയാണ്. ഈ രോഗബാധയെ തുടർന്ന് ശാരീരിക അധ്വാനം ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തോടാണ് ഈ വാഹനം വാങ്ങിയത്. എന്നോട് പറഞ്ഞ ഡോക്ടർ പറഞ്ഞതാണ് ഫസ്റ്റിലുണ്ടായപ്പോൾ 2016 ക്യാൻസർ ഉണ്ടായപ്പോൾ പറഞ്ഞതാണ്, 2 കൊല്ലം ചികിത്സ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് നിങ്ങൾ ചെറിയ കഴിയണ ഡ്രൈവർ ജോലിയായി. ഞാൻ 1980 ലൈസൻസ് എടുത്ത ആളാണ്. ഡ്രൈവിങ് പല വണ്ടി, ലോറി, ബസ് എല്ലാം കോഴിക്കോട് ഓടിച്ച ആളാണ്. ഇപ്പം ഡോക്ടർ 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ചെറിയ കഴിയണമായല്ല എന്തെങ്കിലും ചെറിയ വണ്ടിയൊക്കെ ഓട്ടിക്കൊണ്ട്. അപ്പോഴാണ് രണ്ടാമതും ക്യാൻസർ വന്നത്. ഇപ്പം വണ്ടി ഓട്ടാനൊന്നും പോകില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകാനും മരുന്ന് വാങ്ങാനോ അങ്ങനെയുള്ള കാര്യത്തിന് പോകലുള്ളൂ. നിയമലംഘനം നടന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ താൻ ഓട്ടോറിക്ഷ ആ നിലയിലുള്ളൊരു വണ്ടിയാണ് ഓടിച്ചത്. അതിന് ഇത്തരത്തിൽ സീറ്റ് ബെൽറ്റ് വേണമെന്നുള്ള കാര്യത്തിൽ തനിക്ക് ധാരണയുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനം നടന്നു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയായിരുന്നെങ്കിൽ താൻ അത് ആവർത്തിക്കില്ലായിരുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് ശാരീരിക അധ്വാനം വേണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തോടാണ് താൻ ഈ വാഹനം വാങ്ങിയതും ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൂടുതൽ ദൂരം ഓടുന്നൊന്നുമില്ല, വളരെ കുറച്ച് ദൂരം, അതായത് ആശുപത്രി ആവശ്യത്തിനൊക്കെ വേണ്ടി മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ ഓടിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 18,000 രൂപ പിഴയൊടുക്കാനാണ് മെമ്മോ വന്നിരിക്കുന്നത്. 36 തവണ നിയമലംഘനം നടത്തിയെന്ന് ആ മെമ്മോയിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അപ്പണം അടയ്ക്കാൻ തനിക്ക് സാമ്പത്തികമായുള്ള ഭദ്രതയില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ ഇളവ് നൽകണമെന്നൊരു ആവശ്യം കൂടിയാണ് രാജൻ മുന്നോട്ട് വയ്ക്കുന്നത്. മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.